ഇനി കണ്ണൂരിലേക്ക്. കണ്ണൂരിൽ അയ്യൻകുന്നിൽ മണ്ണിടിച്ചിലുണ്ടായി എന്ന വാർത്ത വരുന്നുണ്ട്. കച്ചേരിക്കടവ് പാറക്കാമലയിലാണ് താമസമില്ലാത്ത ഒരു സ്ഥലത്തിൽ ഒരു പറമ്പിൽ മണ്ണിടിച്ചിലുണ്ടായത്. സജോ ദേവസ്യ നമ്മുടെ പ്രതിനിധി നമുക്കൊപ്പം തത്സമയം ചേരുന്നു. സജോ, എന്താണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ഇവിടെ നിന്ന്? SKN കണ്ണൂർ അയ്യൻകുന്ന് പഞ്ചായത്തിലെ പാലത്തുംകടവിനടുത്ത പാറക്കാമലയിലാണ് വലിയ തോതിൽ മണ്ണിടിച്ചിൽ ഉണ്ടായത്. അവിടെ നിന്ന് ഏതാണ്ട് ഒരു 2.5 ഏക്കർ സ്ഥലത്തോളം മണ്ണിടിഞ്ഞ് തകർന്ന് താഴേക്ക് പതിച്ചിട്ടുണ്ട്. ഒരു പ്രധാനപ്പെട്ട PWD റോഡും ഒപ്പം അതുവഴി പോയ വൈദ്യുതി കണക്ഷൻ നൽകിയിരുന്ന 8ഓളം വൈദ്യുതി പോസ്റ്റുകൾ എല്ലാം തകർന്ന് അവിടെയുണ്ട ഈ 2.5 ഏക്കർ സ്ഥലത്തെ കൃഷിയിടത്തിലെ എല്ലാ കൃഷിയും നശിപ്പിച്ച് താഴേക്ക് മണ്ണ് ഒലിച്ചിറങ്ങിയിട്ടുണ്ട്. അതിന് തൊട്ടു മുകളിൽ ഒരു ക്രഷർ പ്രവർത്തിക്കുന്നുണ്ട്. ആ ക്രഷറിൽ നിന്ന് കൂട്ടിയിട്ട മണ്ണും അത് ഈ മഴക്കാലത്ത് സംഭരിക്കപ്പെട്ട വെള്ളവും എല്ലാം കൂടി ചേർന്ന് തകർന്ന് താഴേക്ക് പതിച്ചതാണ് എന്നാണ് അവിടെയുള്ള നാട്ടുകാർ ആരോപിക്കുന്നത്. ഉരുൾപൊട്ടൽ എന്ന സംശയമുണ്ടായിരുന്നു. പക്ഷേ നാട്ടുകാരുടെ ആരോപണം എന്നത് ഈ ക്രഷറിൽ നിന്ന് വലിയ തോതിൽ അശാസ്ത്രീയമായി മണ്ണ് കൂട്ടിയിട്ടിരുന്നു. വലിയ തോതിൽ വെള്ളക്കെട്ടും കൂട്ടിയിട്ട മണ്ണിൻ്റെ തൊട്ടടുത്തായി ഉണ്ടായിരുന്നു. അവയെല്ലാം കൂടി കനത്ത മഴയിൽ തകർന്ന് താഴേക്ക് പതിക്കുകയായിരുന്നു എന്നതാണ്. പക്ഷേ ആശ്വാസകരമായ കാര്യം, അവിടെ തൊട്ടടുത്ത് തന്നെ വീടുകളൊന്നുമില്ല. സമീപത്ത് അവിടെ ഒരു വീടുണ്ടെങ്കിൽ പോലും ആ വീട്ടിൽ ആൾതാമസവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആളപായമൊന്നുമില്ല, ആളുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അപകടം പറ്റിയിട്ടില്ല. പക്ഷേ ആ മേഖലയെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ടായി. കാരണം ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്, വലിയ തോതിൽ 2.5 ഏക്കർ സ്ഥലത്തിൽ നിന്ന് മണ്ണ് പൂർണ്ണമായും പൊട്ടി ഒലിച്ച് താഴേക്ക് പതിക്കുകയാണ് ചെയ്തത്. താഴേക്ക് ഒലിച്ചിറങ്ങുന്നത് കാണാം. ഒരു റോഡ് പൂർണ്ണമായും വാഹന ഗതാഗതം സാധ്യമായിരുന്ന ഒരു PWD റോഡ് പൂർണ്ണമായും തകർന്ന് താഴേക്ക് പതിച്ചു. വൈദ്യുതി ബന്ധത്തിന് വേണ്ടി സ്ഥാപിച്ചിരുന്ന പോസ്റ്റുകളെല്ലാം തകർന്ന് താഴേക്ക് പതിച്ചു. അതാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഈ കാര്യത്തിൽ അന്വേഷണം വേണം, നടപടി വേണമെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. ആ ക്രഷർ അവിടെയുള്ള മുന്നറിയിപ്പുകളെയൊക്കെ അവഗണിച്ചുകൊണ്ട് അശാസ്ത്രീയമായി ഇങ്ങനെ മണ്ണ് കൂട്ടിയിട്ടതും വെള്ളക്കെട്ടിന് അവസരമൊരുക്കിയതും എല്ലാം പൊട്ടിത്തകർന്ന് താഴേക്ക് പതിക്കാൻ ഇടയാക്കി. ആൾതാമസം ഇല്ലാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവാക്കിയെന്നാണ് നാട്ടുകാർ പറയുന്നത്. SK. താങ്ക് യു. സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്.